പരീക്ഷ എഴുതാൻ പോകുന്ന ഹാള്. അച്ഛൻ എവിടെ? അച്ഛൻ പുറകേട്ടന്നേ. നിങ്ങൾ എവിടെ പോണു? പരീക്ഷ എഴുതാനാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ വീട്ടിൽ വെച്ചാ പറഞ്ഞ എന്നെ കൊണ്ട് ഈ പുല്ലൊന്നും പറ്റൂല. നീ ചേട്ടാ പോവില്ലേ? എന്റെ ആഗ്രഹമല്ലേ എന്റെ ചേട്ടൻ PSC പരീക്ഷ എഴുതി ഒരു ഗവൺമെന്റ് ജോലിക്കാരനാവണമെന്ന്. ലോഡിങ്ങിന് എന്താണ് കുഴപ്പം? ഡെയിലി 2000 രൂപ ഞാൻ കൊണ്ടുവരില്ലേ? പിന്നെ നിനക്ക് സർക്കാർ ജോലി തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം തോന്നുന്നു. നിങ്ങൾ ലോഡിങ്ങിന് പോയി 2000 രൂപ കൊണ്ടുവരുന്നു. വടക്കേല ഷിബുനെ അറിയാമോ? അറിയാം. നിങ്ങളെ കൂടെ പഠിച്ചത് തന്നെ. അവൻ PSC ടെസ്റ്റ് എഴുതി പാസ്സായി ഗവൺമെന്റ് ജോലി വാങ്ങിച്ച് ഇപ്പൊ ഫാനിന്റെ അടിയിലിരുന്നാണ് അവൻ ജോലി ചെയ്യണത്. നിനക്കെന്തരീ അഭിമാനിക്കാലോ? 2 പിള്ളേർ ഇവിടെ ഉണ്ട്, 2 പിള്ളേർ വീട്ടിലുണ്ട്. നമുക്ക് ഷൈൻ ചെയ്യാമല്ലോ. അവര് AC-യുടെ മൂട്ടിലും ഫാനിന്റെ മൂട്ടിലൊക്കെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുമ്പോ കൂടെ നീങ്ങിയില്ലേ? നിങ്ങൾ വീട്ടില് പുതപ്പിന്റെ അടിയിൽ കയറി ഇരുന്നാ മതി. ഞാൻ അപ്പഴേ പറഞ്ഞ ഈ പരീക്ഷ കോപ്പൊന്നും എന്നെ കൊണ്ട് പറ്റൂലെന്ന്. എടി അവിടെ 2 ലോഡ് അരി വന്ന് ഇറക്കണ്ടേ മോലാളിയിലെ? ഞാൻ ഇറക്കട്ടെ. നിങ്ങളിപ്പം മുതലാളിയില ഇറക്കാൻ പോട്ട കേട്ടല്ലോ. ഇപ്പോൾ കാര്യം ഞാൻ മോലാളി ഒന്ന് വിളിച്ചു നോക്കിട്ട്. മോലാളി അരി ഞാൻ വന്ന് ഇറക്കി തരേ. ഹലോ മുതലാളി, ഇങ്ങേരിപ്പം അരി ഇറക്കാൻ വരൂല കേട്ടല്ലോ. നിനക്ക് എന്താ സർക്കാർ ജോലി? ഇത് ആരാണ് എന്നെ പറഞ്ഞ് ഈ വിഷം കയറ്റി വെച്ചത്? സർക്കാർ ജോലി വേണോ കോപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്റെ ചേട്ടാ, നിങ്ങൾക്ക് ഈ വർഷം കൂടെ PSC ടെസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എഴുതി ജയിക്കുന്നുണ്ട്. ഞാൻ വേറെ കിണയുണ്ട്. നിനക്ക് എന്നെ അറിഞ്ഞൂടാ ഞാൻ എഴുതി ജയിക്കൂലെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ സമയം ശരിയാണെന്ന് ജോത്സ്യം പറഞ്ഞു കേട്ടാ. ജോത്സ്യം നമ്മുടെ മഠത്തില് ശശി. എടി അവ പ്രാടാണെന്ന് ഞാൻ പറഞ്ഞു. അവ കള്ള ജോത്സ്യന്മാരെ കൂടെ പറയിപ്പിക്കാൻ നടക്കണ അവൻ. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, ജോത്സ്യം ശപിക്കും നിങ്ങളെ. അവൻ വലിക്കും തന്നെ. അവനെ കാണാൻ വേണ്ടി മക്കളെ അവിടെ ചെന്നിരി ഇവിടെ ഞാൻ ഒറ്റ ഇടിഞ്ഞാൻ തരും കേട്ടോ. ഞാൻ പറയണേക്ക്, ജോത്സ്യം പറഞ്ഞത് എന്തെങ്കിലും തെറ്റിയോ? എന്റെ അപ്പൂപ്പൻ മരിക്കുമെന്ന് പറഞ്ഞാൽ അതുപോലെ മരിച്ചില്ലേ? ഈ മരിക്കുന്ന നേരത്ത് എന്റെ അപ്പൂന് എത്ര വയസ്സുണ്ടായിരുന്നു? 99. പിന്നെ എങ്ങനെ ചിരഞ്ജീവി അടി അങ്ങ് കിടക്കാൻ പുല്ല്. ഞാൻ ഇങ്ങനെ ശബ്ദം ഉണ്ടായോ ചാത്തു പോണ കളവായി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ജോത്സ്യം പറയുന്നത് അച്ചട്ട അച്ചട്ട അച്ചട്ട. അച്ചട്ടല്ല കൊളയട്ട. എന്താ ഇവിടെ ഒരു ബഹളം? കുട്ടി പറയൂ, എന്താ ബഹളം? ഇങ്ങനെ പറഞ്ഞ ജോത്സ്യം കേട്ടാ? ഇവൻ പറഞ്ഞതാ. കുട്ടി പറയണ്ട, നമുക്കറിയാം. നമ്മെ കുറിച്ച് വേണ്ടാധീനം മൊത്തം കുട്ടിയോട് പറഞ്ഞു അല്ലേ? ഞാന ദൃഷ്ടിയിൽ കണ്ട്. ജ്ഞാനദൃഷ്ടി അല്ല കുട്ടി, യവന് പണ്ടേ നമ്മ കണ്ണെടുത്താ കണ്ടുകൂടാ. അതിന്റെ ഒരു ദഹനക്കേടാണ്. അത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്താ ഇവിടെ ഒരു മ്ലാനത? ജോത്സ്യരല്ലേ പറഞ്ഞത് എന്റെ ചേട്ടന്റെ സമയം ഇപ്പൊ നല്ലതാ, PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന്. അതിനെന്താ ഇത്ര സംശയം? ഇങ്ങനെ പറഞ്ഞിട്ട് കേക്കല്ലേ ജോത്സ്യരെ? അയ്യോ, അതെന്താണെന്ന് അറിയോ കുട്ടി? ദൈവിക ചിന്തയില്ല, ദൈവിക വിചാരമില്ലാത്തത് കൊണ്ടാണ്. കുഴപ്പമില്ല, നോം ശരിയാക്കി തരാം. ഇങ്ങോട്ട് വരിക. അയ്യോ, എനിക്ക് വയ്യേ, ഇരിക്കാൻ വയ്യേ. വരിക. നക്ഷത്രം പറയുക. മൂലം നമുക്ക് നന്നായിട്ടൊന്ന് നോക്കേണ്ടി വരും. അതല്ല, നമുക്ക് പ്രശ്നം വെച്ച് നോക്കേണ്ടി വരുമെന്ന്. അതൊക്കെ പോട്ടെ. ഈ മൂലം ഇപ്പൊ എന്ത് ജോലി ചെയ്യുന്നു? എല്ലാരും ഞാൻ ജോലി തന്നെ കയറ്റും ഇറക്കും. ലോഡിങ് കയറ്റും ഇറക്കും. എടോ, തനിക്ക് ജീവിതകാലം മുഴുവൻ ലോഡിങ് കയറ്റി ഇറക്കി നടന്നാ മതിയോ? തന്റെ ജാതകത്തിൽ ഇപ്പൊ ശുക്രനാണ് ഉദിച്ചിരിക്കുന്നത്, അറിയാമോ? ഇവ എന്താടി പറയണേ? എവനെക്കാലം എന്റെ വീട്ടിൽ കിടക്കുന്ന തത്ത സംസാരിക്കുമല്ലോ. ശുക്രനാണ് ഉദിച്ചിരിക്കുന്നത്. കുട്ടി ഇനി വരിക. ഇപ്പൊ ശുക്രനാണ് ഉദിച്ചിരിക്കുന്നത്. ഇപ്പൊ PhD ടെസ്റ്റ് എഴുതിയ PhD അല്ല, എന്ത് മുണ്ടാരമാണെന്ന് പറയുന്നത്. PSC ടെസ്റ്റ് എഴുതിയാൽ യവന് ഗവൺമെന്റ് ജോലി ഉറപ്പാണ്. നോമല്ലേ പറയുന്നത്? മനസ്സിലായോ കാര്യങ്ങൾ? അപ്പൊ ഇനി രണ്ടുപേരും വരിക. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് 3 അക്കത്തിൽ കുറയാത്തൊരു സംഖ്യ ദക്ഷിണയായിട്ട് ഇങ്ങോട്ട് തരിക. 3 അക്കം എന്ന് പറയുമ്പോ 100 രൂപ. 100 രൂപ പോരാ, 500 വേണം. 500 എന്റെ അച്ഛൻ മറ്റേ കാലങ്കാവിലുള്ള മണിയുടെ അടുത്ത് റെഡി കൊടുക്കാവന്. 500 നമുക്ക് അപ്പുറത്ത് പോയി അരയെടുക്കണം. ഞാൻ പറഞ്ഞില്ലേ അരയെടുക്കാനല്ല, അതല്ല പറഞ്ഞത്. നിന്റെ അരയിൽ കിട്ടുന്ന ഒരു ചേലസ് മേടിക്കണം. അതിന് 500 രൂപ ചെലവുണ്ട്. അങ്ങനെ കൊടുക്കില്ല. യവൻ തരില്ല കുട്ടി. യവന്റെ മനസ്സ് നമുക്കറിയാം. അതായത് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിക്കൊണ്ട് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക. അതാണ് ഇവന്റെ ഉദ്ദേശം. പെൺകുട്ടികൾ എന്തായത്? പെൺകുട്ടികൾ ഒരിക്കലും ശോഭിക്കാൻ പാടില്ല. ഇത് മുറുകെ പിടിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുക. തലക്കുഴിയാനാണോ? തലക്കുഴിയാനല്ല,
അവന്റെ മണ്ടറിഞ്ഞ് കീറുക. അയ്യോ ദക്ഷിണ 500 500 500 ഇല്ല, ഇനി 3 കൂടെ 4 വേണം, 1000 വേണം. എടുക്ക് എടുക്ക്. ഓക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് മാപ്പിള വേണ്ടേടി. ഞാൻ വെറും കിണയാണ്. ഞാൻ പറഞ്ഞില്ല 10ാം ക്ലാസ് ജയിച്ചാലും ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാണ്. ഞാൻ ജയിക്കൂലടി മന്ത്രം നടത്തിയ. അയ്യോ എന്റെ ചേട്ടൻ ജയിക്കും, വിഷമിക്കല്ലേ. നമ്മുടെ ജംഗ്ഷനിൽ ആ PSC സെന്റർ ഇല്ലേ, ഞാൻ അവിടെ പോയി ഒരു സാറിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. സാർ ഇങ്ങോട്ട് വരും, എന്റെ ചേട്ടനെ പഠിപ്പിക്കും, ചേട്ടൻ പരീക്ഷ എഴുതും, ജയിക്കും, ഗവൺമെന്റ് ഉദ്യോഗം നമുക്ക് കിട്ടും. ഇത് സാറ് വരുന്നുണ്ട്. സാറ്. നമസ്കാരം 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 നമസ്കാരം. ആരാണ് ഇവിടെ സ്റ്റുഡന്റ്? ഞാനാണ് സാറേ. നിങ്ങളാണ് സ്റ്റുഡന്റ്? ഓക്കെ ബാലു, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് PSC പേപ്പർ ചോദ്യ പേപ്പറിൽ വരും. എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ആരംഭിക്കാം. അതിന്റെ കാര്യമില്ല. നമ്മുടെ ഒരു ചരട് അവന്റെ അരയിൽ കിടപ്പുണ്ട്. ആ ചരട് അവൻ രക്ഷിച്ചോളും. ആ ചരട് അവന്റെ നിക്കർ അഴിയാതെ പോകാൻ വേണ്ടി രക്ഷിക്കുമായിരിക്കും. പക്ഷെ ഈ പരീക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കത്തില്ല. കേട്ടോ കേട്ടോ പറഞ്ഞു കേട്ടോ. പരീക്ഷയ്ക്ക് എടാ, ഞാൻ ആദ്യമായിട്ടല്ല ഈ ചരട് കിട്ടാൻ. ഈ യുഗത്തെ ചരടാണ്. എടാ, നീ എന്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ എന്ത് ചരടിന്റെ കാര്യമാണ് പറയുന്നത്? പിന്നെ എന്നാണ് വാട്ടർ അതോറിറ്റി ആണോ ജോലി? ഒരു കാര്യമില്ല സാറേ. നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടണോ? എന്നാ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റോമ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ചതാരാണ്? എങ്ങനെ? A.R. റഹ്മാൻ അന്ന് ജനിച്ചിട്ടുണ്ടോ? അതിപ്പോ എന്റെ ഉഴപ്പാണ്. A.R. റഹ്മാൻ അല്ല, നീറോ. എന്ത് അസംബന്ധമാണോ താനീ പറയുന്നത്? എടോ, നീറെന്ന് പറയുന്ന ജന്തു ഈ മാവിലും പ്ലാവിലും ഒക്കെ കാണുന്നതല്ലേ? ആ സാധു ജീവി എങ്ങനെയാ വന്നിരുന്ന് ഈ വീണ എടുത്തിട്ട് ഇങ്ങനെ വായി? എന്റെ പൊന്നു ജോത്സ്യരെ, നീറെന്നല്ല പറഞ്ഞത്, നീറോ ചക്രവർത്തി എന്നാ പറഞ്ഞത്. ഒരു കണക്കിന് എന്നെ ജീവിക്കാൻ പെങ്ങളെ, സർക്കാർ ജോലി വേണോ? ഞങ്ങളുടെ പ്രശ്നം ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ കേട്ട് നിങ്ങൾ എഴുതണം. ഒരു കാര്യം ചെയ്യ്, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അദ്ദേഹം പകുതി, നാം പകുതി. അതെന്നല്ലോ പ്രശ്നം. തീരുമാനമായല്ലോ. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ചോദ്യം PSCക്ക് വരുന്നതാണ്. അമ്മമാരിയ്ക്കാൻ പറയുന്ന രാജ്യം ഏതാണ്? അമ്മമാരിയ്ക്കാൻ പറയുന്ന രാജ്യം പാകിസ്ഥാൻ അല്ല. ഓസ്ട്രേലിയ അല്ല. ബംഗ്ലാദേശ് അല്ല. പിന്നേത്? അമേരിക്ക. ശരിയാണ്. അമേരിക്ക എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് അമേരിക്ക. പിള്ളേരെ എവിടെ ഇരിക്കാന്ന് പറ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചരിത്രത്തിൽ നിന്നും പൊളിറ്റിക്സ് നിന്നും ഒരു ചോദ്യമാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാരെ ചിരിപ്പിക്കാൻ വേണ്ടി രാജകൊട്ടാരത്തിൽ വിദൂഷകന്മാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പിൽക്കാലത്ത് രാജഭരണം പോയി, ജനാധിപത്യ ഭരണം വന്നു. ജനാധിപത്യ ഭരണം വന്നപ്പോൾ മന്ത്രിമാരെ ചിരിപ്പിക്കാൻ മന്ത്രിസഭയിൽ ആരാണുള്ളത്? വേറെ ആര് വേണം? ഈ 140 പേര് ചിരിപ്പിക്കാൻ. ആ പരിപാടിയുടെ പേരെന്തേടി? അയ്യോ, നിയമസഭ ടിവിയിൽ വരൂലേ, നമ്മൾ കണ്ട് ചിരിച്ചങ്ങ് മരിക്കും. ഞാൻ ഒരുപാട് ചിരിക്കാൻ വെച്ചിട്ട് ഇതുവരെ അത് കണ്ടിട്ടില്ലല്ലോ. കാണണമെങ്കിൽ ഫാഷൻ TV കാണരുത്, വേറെ TV കാണണം. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അമ്പിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? വലിച്ചു പറഞ്ഞ അമ്പ്. എന്താടി പറയണം? എനിക്ക് അറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പൊരിച്ച ബിന്ദുന്നപ്പോ അങ്ങ് ഇറങ്ങിപ്പോയി. അതങ്ങോട്ട് പെട്ടെന്ന് പറയുക. പ്രശ്നം വെച്ച് ഇപ്പൊ പറഞ്ഞു തരാം. പ്രശ്നം വെച്ച്. അയ്യോ, അമ്പിന് ഇംഗ്ലീഷിൽ എന്ത് പറയണമെന്ന് പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. പിന്നെ പള്ളിക്കൂടത്തിൽ പോയാ മതിയായിരുന്നു. അമ്പിന് ഇംഗ്ലീഷിൽ ആരോ എന്ന് പറയുന്നു. ആരോ? അപ്പൊ മറ്റേ ഇവിടുന്ന് അമ്പിന് ആരോ എന്ന് പറയുന്നു. അമ്പിന് ഇംഗ്ലീഷ് ആരോ. ആരോ. ഒരു അമ്പിന് നമ്മൾ ആരോ എന്ന് പറയുമ്പോൾ 2 അമ്പിന് നമ്മൾ എന്ത് പറയുന്നു? ആരോ. അപ്പോൾ 3 അമ്പിന് നമ്മൾ എന്ത് പറയുന്നു? ആരാരോ. അപ്പൊ ഒരുപാട് അമ്പ് നമ്മളിങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ആരാരോ ആയിരാരോ അച്ഛന്റെ മോൻ ആരാരോ അമ്മയ്ക്ക് നീനല്ലേ ആയിരമല്ലേ. എല്ലാം പഠിച്ച് ജയിച്ചു നേരെ പോയി PSC എഴുതുക, ജോലിയായിട്ട് തിരിച്ചു വരിക.
അയ്യോ എന്റെ ചേട്ടന്റെ ഒരു ബുദ്ധി. ഇടി അവന്മാർക്ക് എന്നെ വേണ്ട, നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ജോലിക്ക് പോയി വല്ലതും തരണ്ടേ നിനക്ക്? അപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ ചോദ്യ ഉത്തരങ്ങളൊക്കെ പഠിച്ചു, അതുകൊണ്ട് വലിയ കാര്യമില്ല. അത് പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം മറന്നു പോകും ചിലപ്പോ. അപ്പൊ ഓർമ്മശക്തി അതാണ് മെയിൻ. ഓർമ്മശക്തി ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിഷമിക്കണ്ട, ഓർമ്മശക്തിക്കുള്ള ഒരു ഏലസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഏത് കാര്യങ്ങളും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ജ്യോതിഷര് പറഞ്ഞ ആ ഒരു കാര്യം മെയിൻ കാര്യമാണ്. കാരണം നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നമ്മുടെ ഓർമ്മ നിലനിൽക്കണം. ഓർമ്മ നിലനിൽക്കണമെങ്കിൽ ഓർമ്മശക്തി വേണം. അതിനൊരു ഏലസ് തരാന്ന് പറയുന്നത് വേണം, കെട്ടിക്കോ. ജ്യോതിഷരെ എന്നാ നോക്കുന്നേ? അല്ല, ഓർമ്മശക്തിക്കുള്ള ഒരു ഏലസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് എവിടെ വെച്ചെന്ന് നമുക്കിപ്പൊ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. കിട്ടി. വരിക. മിണ്ടാതെ ഉരിയാടാതെ അരയിലോട്ട് കെട്ടുക. പിടിക്കുക. നിന്റെ അരയില്. എന്റെ അരയിലൊന്നും വേണ്ട. ഇപ്പൊ തന്നെ 17 ഏലസായി. എന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഈ കമ്പി അടിക്കാത്ത കപ്പ കൃഷി നടക്കും പോലെ ഈ ഏലസ് എല്ലാം കൂടെ കെട്ടിയിട്ട് തനിക്ക് പരീക്ഷയ്ക്ക് പാസ്സാവണമെങ്കിൽ അത് വായിച്ച് കെട്ടുക. എന്നിട്ട് കെട്ടി കൊടുക്കുക. പോയി പരീക്ഷ എഴുതുക. പോയി പരീക്ഷ ധൈര്യമായിട്ട് പോയി വരിക. സീക്രട്ട് പറഞ്ഞോളൂ. ജനറേറ്ററിന്റെ ശബ്ദം പറ്റുണ്ടോ? ഞാൻ പറയണ കേൾക്കണം. ഈ കിണകൾ പറയുന്നത് ജയിച്ചില്ലെങ്കിലും എന്റെ ഒരു ട്രിക്ക് ഉണ്ട്. 10ാം ക്ലാസ് ജയിച്ച ട്രിക്ക്, അത് ഉപയോഗിച്ച് ഞാൻ ജയിക്കും. നീ നാളത്തെ കളക്ടറെ ഭാര്യ ഷൈൻ ചെയ്യാൻ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകും. അതിന്റെ ഒന്നും കാര്യമില്ല, ആവശ്യമില്ലാത്ത കാര്യം. അനുഗ്രഹം ഒന്ന് കൊടുത്തേക്കണേ. പപ്പ പോയിട്ട് വരാം ട്രിക്ക്. അപ്പൊ ഞാൻ പോയിട്ട് വരും കേട്ടോ. ഓക്കെ, പ്രാർത്ഥിച്ചോണം കേട്ടോ, പപ്പായ്ക്ക് ജോലി കിട്ടാൻ. ദൈവമേ, സാറേ എന്റെ ചേട്ടന് പണി കിട്ടുമല്ലോ അല്ലേ? പഴയ യൂണിയൻ പണി രാജിവെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പണി കിട്ടും. കിട്ടുമല്ലേ? ഇത് കേട്ടോ മതി. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അവൻ എഴുതി, അതുകൊണ്ട് അവന് ജോലി കിട്ടി ഇല്ലേ? കിഴങ്ങ് എന്റെ ഏലസ് എത്തിയോണ്ട് ജോലി കിട്ടിയത്. ഒരൊറ്റ ആടിയാണെന്നുണ്ടല്ല, രണ്ടുപേരും കഴിവുണ്ടല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10ാം ക്ലാസ് ജയിച്ചൊരു ട്രിക്ക്. എന്ത് ട്രിക്ക്? ട്രിക്ക് ഉപയോഗിച്ചാണ് ഞാൻ ജയിച്ചത്. എന്ത് ട്രിക്ക് എന്നാ? കോപ്പിയടി. ആ, ഇങ്ങനെ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ എഴുതുന്ന അപ്പുറത്തിരിക്കുന്ന ഓന്ത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി എഴുതുന്ന അതേ ട്രിക്ക് ഉപയോഗിച്ച് കോപ്പി അടിച്ച് എനിക്ക് PSC പരീക്ഷ കോപ്പി അടിച്ച്. ആ എടാ, നിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം നിന്റെ അടുത്തിരിക്കുന്നവന്റെ 9ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ്. അതായത് നിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം നിന്റെ അടുത്തിരിക്കുന്നവന്റെ 9ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരവാണ്. അതാണ് PSC ടെസ്റ്റ്. ഇത് എന്റെ തെറ്റല്ലടി, എന്റെ ഒന്ന് അവന്റെ 9 ആയിപ്പോ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? ഇത് അക്ഷരത്തെറ്റടി, അതാണ് സംഭവം. ഇനിയിപ്പോ ജോലി പോയല്ലോ, നിനക്ക് സമാധാനമല്ല. അങ്ങനെ അരി അവിടെ എലി എടുത്തോണ്ട് പോയുള്ളൂ. ചേട്ടാ വിഷമിക്കണ്ട, നമുക്കേ നീറ്റ് പരീക്ഷ എഴുതാം. അത് സാറേ നീറ്റ് പരീക്ഷ? നീറ്റ് പരീക്ഷ എഴുതാനോ? എന്റെ പൊന്നുമോനെ, നീറ്റ് പരീക്ഷ ഇന്നാൾ ഒരാൾ എഴുതിയായിരുന്നു. എന്നിട്ട് അവരെ അടിവസ്ത്രം വരെ ഊരി മേടിച്ചു. അതാണ് ഈ നീറ്റ് പരീക്ഷ. ദൈവമേത് എന്നെ കൊണ്ട് ഇന്ന് നീറ്റ് പരീക്ഷ എഴുതിക്കരുത്. ഇന്ന് എഴുതിക്കരുത്. അതെന്നാന്ന്? എടി, ഇന്ന് ഞാൻ അടിയിലൊന്നും ഇട്ടിട്ടില്ലടി.